ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ ഒരു ന്യൂസ് തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് കുറേ പേർക്ക് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ സൈഡിൽ നിന്ന് കുറേ മെസ്സേജസും നോട്ടീസുകളൊക്കെ വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ITR നിങ്ങൾ ITR ഫയൽ ചെയ്ത സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ITR ഫയൽ ചെയ്ത ആൾക്കാർക്ക് നമ്മുടെ ആമസോൺ ICICI കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്കായിരിക്കും നമ്മുടെ അത്യാവശ്യം നല്ല ക്യാഷ് ബാക്കും സംഭവം കിട്ടുന്ന പരിപാടിയാണല്ലോ. അതുകൊണ്ട് തന്നെ കുറേ പേര് ഇപ്പം നമുക്കിപ്പോൾ ഈ കഴിഞ്ഞു പോയ കുറേ സെയിൽസിനും സംഭവത്തിലൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ആമസോൺ ICICI കാർഡ് നോർമലി നല്ല ലിമിറ്റും കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലിക്കാട്ട് നമ്മുടെ ഇൻകത്തെ കാർഡ് എന്തായാലും മിക്കതും ഡബിളോ ട്രിപ്പിളോ ഒക്കെ എന്തായാലും ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഇവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരാറുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിയാൽ കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് അവർ അയച്ചു തന്നിട്ടുണ്ടാകും സ്ക്രീൻഷോട്ട്. പക്ഷേ എല്ലാത്തിലും അവരുടെ ഡീറ്റെയിൽസ് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുത്ത് കാണിക്കുന്നത് ശരിയാണല്ലോ. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കാണിക്കാൻ പാടില്ല യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് തന്നെ. അപ്പോൾ ഞാൻ അതില്ലാണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്താ വെച്ചാൽ നിങ്ങൾ ഫയൽ ചെയ്ത ITRും നമ്മുടെ ഈ വേറെ കുറേ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഡിറ്റക്ട് ചെയ്തതുമായിട്ട് രണ്ടും മാച്ച് ആവുന്നില്ല എന്നിട്ട് ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ആമസോൺ ICICI കാർഡ് ഉപയോഗിച്ചിട്ട് കുറേ ട്രാൻസാക്ഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ പേരെന്താ പരിപാടി എന്ന് വെച്ചാൽ 5% ക്യാഷ് ബാക്ക് ആമസോൺ പേ ബാലൻസിലാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പർച്ചേസുകളും അവരുടെ ഫ്രണ്ട്സിന്റെ പർച്ചേസുകളും അവരുടെ ഫാമിലിയുടെ പർച്ചേസുകളും ഒക്കെ നമ്മുടെ സെയിൽസിന്റെ സമയത്ത് ഈ കാർഡ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. കുറെ പേര് ആ പരിപാടി ചെയ്യുന്നുണ്ട്, ഉറപ്പാണ്. ആക്ച്വലി നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡുകളൊക്കെ പേഴ്സണൽ യൂസിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇങ്ങനത്തെ ട്രാൻസാക്ഷനൊക്കെ ഡിറ്റക്ട് ചെയ്താൽ തന്നെ നമ്മുടെ കാർഡ് ബ്ലോക്ക് ആവും. അപ്പൊ ഇങ്ങനെ കുറെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇൻകം ടാക്സ് സൈഡിൽ നിന്ന് വരുന്നത് മാത്രമല്ലാണ്ട് തന്നെ കുറെ പേരെ കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്, ടെമ്പററി ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതുപോലെ ഹൈ വാല്യൂ ട്രാൻസാക്ഷനും പേഴ്സണൽ യൂസിനല്ലാണ്ട് കമേഴ്ഷ്യൽ യൂസിന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ പേരുടെ ആമസോൺ ICICI കാർഡ് ബ്ലോക്ക് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ICICI കാർഡുകൾ ബ്ലോക്ക് ആവുന്നുണ്ട്, ഇഷ്ടം പോലെ ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ യൂസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ സൈഡിൽ നിന്ന് എക്സ്ട്രാ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ വരും. അപ്പോൾ രണ്ടായാലും പണി തന്നെയാണ്. ആമസോൺ ICICI കാർഡ് അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. നമുക്ക് എക്സ്ട്രാ ചാർജുകളോ സംഭവമൊന്നും ഇല്ലാത്തൊരു കാർഡാണ്. അപ്പൊ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. നോർമലി ഇപ്പൊ നമ്മൾ ഇതുപോലെ കമേഴ്ഷ്യൽ യൂസിനൊക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബാങ്കുകൾ നോർമലി നമ്മുടെ പ്രൊഫൈൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കാർഡ് കിട്ടില്ല. പിന്നെ വേറെ കാർഡുകൾ നോക്കി കഴിഞ്ഞാൽ ICICI കാർഡിന്റെ വേറെ കാർഡുകൾ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമില്ലാത്ത കാർഡുകളാണ്. ആമസോൺ ICICI കാർഡിന്റെ ബെനിഫിറ്റ് ഒന്നും ആ റേഞ്ചിലൊന്നും കാർഡുകൾക്കൊന്നും ഇല്ല. അപ്പോൾ അത് വൻ നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞൊരു സംഭവങ്ങൾ വന്നാലും നമുക്ക് രണ്ടായാലും നഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ സാധനം ഒന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ യൂസിനുള്ള പർച്ചേസുകൾ മാത്രം ചെയ്യുക. നിങ്ങൾ ക്യാഷ് ബാക്കിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സുകളുടെയും ഫാമിലികളുടെയും അടുത്തുള്ള എല്ലാവരുടെയും സംഭവം ഈ കാർഡ് ഉപയോഗിച്ച് ചെയ്യാണ്ടിരിക്കുക. മോസ്റ്റ്ലി ഇൻകം ടാക്സിന്റെ സൈഡിൽ നിന്നായിരിക്കും പണി കിട്ടുക. അപ്പോൾ അത് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് അറിയാം 50,000 മുകളിലുള്ള ക്യാഷ് ബാക്ക് കിട്ടിയവർക്കൊക്കെ ശരിക്കും അതിന് ടാക്സ് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര അത്ര അധികം ക്യാഷ് ബാക്ക് കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനും ചിലപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ പുലിവാൽ ഓടിക്കേണ്ട പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടം ആൾക്കാർക്ക് എനിക്ക് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എത്ര പേരെന്ന് അറിയാം മെസ്സേജ് അയക്കുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും സംഭവമൊന്നും ഇല്ലാണ്ട് സ്ക്രീൻഷോട്ട് കിട്ടിയാൽ ഞാൻ കൊടുക്കാട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്ന്. അപ്പോൾ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് jmg.banksupport.in വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ റെഫറൽ ലിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ എല്ലാ കാർഡുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ICICI, HDFC, CSB, എഡ്ജ് ക്രെഡിറ്റ് കാർഡ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ലോൺസുകളും ഉണ്ട്, NBFC ലോൺസുകളും ഉണ്ട്, ക്രെഡിറ്റ് ബി, മണി വ്യൂ ബാങ്കുകളും ഉണ്ട്, HDFC ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സംഭവം കൊടുത്തിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണോ ചെക്ക് ചെയ്യുകയും ചെയ്യാം, സിവിൽ സ്കോർ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എലിജിബിലിറ്റി വരണമെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ സെറ്റപ്പിനുണ്ട്. അപ്പോൾ നോക്കാൻ മറക്കണ്ട, വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.